കേരളം ഒരു മിനി പാകിസ്ഥാനാണെന്ന വിവാദ പ്രസ്താവനയുമായി എത്തിയിരിക്കുകയാണ് ബി.ജെ.പി. മന്ത്രി. ബി.ജെ.പി. നേതാവും മഹാരാഷ്ട്രയിലെ തുറമുഖ ഫിഷറീസ് മന്ത്രിയുമായ നിതേഷ് റാണയാണ് കേരളത്തെ അപമാനിച്ച് ഇങ്ങനെയുള്ള ഒരു പ്രസ്താവന നടത്തിയത്. കേരളം ഒരു മിനി പാകിസ്ഥാൻ തന്നെയാണ്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയും സഹോദരി പ്രിയങ്ക ഗാന്ധിയും അവിടെ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടത്. എല്ലാ തീവ്രവാദികളും അവർക്ക് വോട്ട് ചെയ്യുന്ന ആളുകളാണ്. ഞാൻ സത്യമാണ് പറയുന്നത്. തീവ്രവാദികളുടെ പിന്തുണയോടെ മാത്രമാണ് ഇക്കൂട്ടർ എംപിമാരാകുന്നത്. ഇതാണ് റാണെ പറഞ്ഞത്. 2019 വയനാട്ടിൽ നിന്ന് വിജയിച്ച രാഹുൽ അമേഠിയിൽ പരാജയപ്പെട്ടിരുന്നു. എന്നാൽ 2024 വയനാട്ടിലും റായ്ബറേലിയിലും രാഹുൽ വിജയിക്കുകയും ചെയ്തു. തുടർന്ന് ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി വിജയിച്ച് വയനാട് സീറ്റിൽ നിന്നും അദ്ദേഹം രാജിവെച്ചെന്നും റാണെ പറയുന്നു. അഫ്സൽ ഖാനെതിരായ ഛത്രപതി ശിവാജി മഹാരാജിന്റെ ചരിത്ര വിജയം അടയാളപ്പെടുത്തുന്ന ആഘോഷത്തിനിടെയായിരുന്നു റാണയുടെ ഈ വിവാദ പ്രസ്താവന ഉണ്ടായത്. അതേസമയം റാണയ്ക്കെതിരെ ശക്തമായി പ്രതികരിച്ച് കോൺഗ്രസും രംഗത്ത് വന്നിട്ടുണ്ട്. കേരളത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. മത്സരിക്കുമോ ഇല്ലയോ എന്ന് ബി.ജെ.പി. അധ്യക്ഷൻ ജെ.പി. നദ്ദയോട് ചോദിക്കൂവെന്നും ഭരണഘടനാ വിരുദ്ധമായ ഇത്തരം പ്രസ്താവനകൾ ബി.ജെ.പി. നേതാക്കൾ ആവർത്തിച്ച് നടത്താറുണ്ടെന്നും കോൺഗ്രസ് നേതാവായ പവൻ ഖേര പറയുന്നു. ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ.സി.പി. വിഭാഗം മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിനോട് റാണയുടെ ഈ പ്രസ്താവനയിൽ ഇടപെടാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുമ്പും പല രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയും നിതീഷ് റാണ ഇത്തരത്തിലുള്ള വിദ്വേഷ പരാമർശങ്ങൾ നടത്തിയിരുന്നു. അതിൽ റാണയ്ക്കെതിരെ നിരവധി കേസുകളും എടുത്തിട്ടുണ്ട്. പൂനെയിലെ പരിപാടിക്ക് മുന്നോടിയായും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തരുതെന്ന് പോലീസ് അവിടുത്തെ സംഘാടക സമിതിക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതെല്ലാം മറികടന്നാണ് മന്ത്രിയുടെ വിവാദ പ്രസ്താവന വന്നിരിക്കുന്നത്. ബി.ജെ.പി. നേതാവും മഹാരാഷ്ട്ര തുറമുഖ ഫിഷറീസ് മന്ത്രിയുമാണ് നിതേഷ് നാരായണ റാണെ. ഇദ്ദേഹം മഹാരാഷ്ട്രയിലെ കൻവരിയിൽ നിന്നുള്ള എം.എൽ.എ. ആണ്. രാജ്യവിരുദ്ധമായി സംസാരിക്കുന്നവരോട് പറയാറുള്ള ഒരു കാര്യമാണ് പാകിസ്ഥാനിലേക്ക് പോയിക്കൂടെ എന്നത്. ഉത്തരേന്ത്യയിലെ സംഘപരിവാർ അണികളൊക്കെ മുസ്ലിങ്ങളെ കാണുന്നത് പോലും അതേ കണ്ണുകൊണ്ടാണ്. എന്നാൽ ഇവിടെ കേരളത്തെ എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ എന്ന പേരിൽ വിളിക്കുന്നത്? ഇന്ത്യയിലെ ദേശീയ പാർട്ടിയായ കോൺഗ്രസിന്റെ നേതാക്കളായ രാഹുലിനും പ്രിയങ്കയ്ക്കും വോട്ട് ചെയ്യുന്ന മലയാളികൾ എങ്ങനെയാണ് പാകിസ്ഥാനികൾ ആകുന്നത്? വർഷങ്ങളോളം പഠിച്ച പണികൾ 18 പയറ്റിയിട്ടും കേരളത്തിൽ ബി.ജെ.പിക്ക് വേരോട്ടം ഉണ്ടാക്കാൻ പറ്റാത്തവരുള്ള നിരാശയും കൂടെ ഇത്തരം പ്രസ്താവനകളിൽ ഉണ്ട്. പൂരം കലക്കിയും പലതരം പ്രീണനങ്ങൾ നടത്തിയും തൃശൂർ സീറ്റിൽ വിജയിച്ചതൊഴിച്ചാൽ കേരളത്തിൽ ഇപ്പോഴും ബി.ജെ.പി. വട്ടപൂജ്യം തന്നെയാണ്. മന്ത്രിയായ സുരേഷ് ഗോപിയാകട്ടെ ഇനിയൊരു വട്ടം തൃശൂരിൽ നിന്ന് പോലും ജയിക്കുമോ എന്ന കാര്യത്തിലും വളരെ സംശയവുമാണ്. അതുകൊണ്ടാണ് കേരളത്തെ മിനി പാകിസ്ഥാനായും രാഹുലിനും പ്രിയങ്കയ്ക്കും വോട്ട് ചെയ്ത മുസ്ലിം സമുദായത്തെ പാകിസ്ഥാനികളായും മാറ്റാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ ബി.ജെ.പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്.